നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതാ അരിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയില് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തില് ആണ് അവസ്ഥ. ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ ദുരന്തത്തിൽ 63 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 117 ആളുകളോളം ആശുപത്രിയിൽ ഉണ്ട്. പലയിടങ്ങളിലായി ഒരുപാട് പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഡീറ്റെയിൽസ് ആണ് മാതൃഭൂമി ന്യൂസ് കൃത്യമായി നൽകുന്നത്. അത് ബന്ധപ്പെട്ടവരിലേക്ക് അറിയിക്കുകയാണ്. ആ ബന്ധപ്പെട്ട ആളുകൾ, ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിവേഗം അവരിലേക്ക് സഹായം എത്തിക്കണമെന്ന ഒരു അപേക്ഷ കൂടി മാതൃഭൂമി ന്യൂസ് വെക്കുകയാണ്. കാരണം ദുരന്ത ഭൂമിയാണ്. നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം കാത്തിരിക്കാൻ ഒരു സമയമില്ല. ഇനി പകൽ വെളിച്ചം മാറാൻ പോകുന്നു. അപ്പോൾ അതിവേഗം നമുക്ക് രക്ഷാപ്രവർത്തനം എത്തിക്കുക. ഒരാളെങ്കിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഈ സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുണ്ടക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവിടേക്ക് എത്തുന്നതിൻ്റെ കാലതാമസം തന്നെയാണ്. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേഗം വരും. കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പാങ്ങോട് ക്യാമ്പിൽ നിന്നും സൈനികർ പുറപ്പെട്ടു എന്നുള്ളതാണ്. 130 സൈനികർ അവിടേക്ക് പുറപ്പെടുന്നു. ക്യാപ്റ്റൻ തുഷാറിന്റെ നേതൃത്വത്തിലുള്ള 23 മറാത്ത റെജിമെന്റ്, ക്യാപ്റ്റൻ സൗരന്റെ നേതൃത്വത്തിൽ 2 മദ്രാസ് റെജിമെന്റ് സൈനികരും വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പരമാവധി സൈനികരെ വ്യോമസേന കോഴിക്കോട്ടേക്ക് വിമാനമാർഗം എത്തിക്കും. ബാക്കിയുള്ളവർ റോഡ് മാർഗം നീങ്ങും. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചിരിക്കുകയാണ്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവിനാണ് ആ ചുമതലയുള്ളത്. ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ ദൗത്യ സംഘത്തിന്റെ, ദൗത്യ തലവന്റെ ലക്ഷ്യം. അങ്ങനെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ദുഃഖാചരണം കൂടി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും നാളെയും ദുഃഖാചരണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം സർക്കാർ ഇറക്കിയിരിക്കുന്നു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും സർക്കാർ നിശ്ചയിച്ചുള്ള പൊതു ചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു എന്നുകൂടി അറിയിക്കുന്നു. പരീക്ഷകളിലും മാറ്റമുണ്ട്. എന്തായാലും നമ്മളൊരു വലിയ ഒരു ദൗത്യമായി എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൗത്യത്തിനൊപ്പം നിൽക്കണം. കാരണം നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ മണ്ണിനടിയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഉറ്റവരെ തേടി വിലപിച്ചെത്തുന്ന അനേകം കണ്ണുനീർ കലർന്ന വാക്കുകൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാരണം ആ ദുരന്തത്തിൻ്റെ ആഴം അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നു ഒരു ഭൂപ്രദേശം മുഴുവൻ തരിശായി മാറുകയാണ്. മനോഹരമായിരുന്ന ഒരു ഭൂമി, അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം മനുഷ്യരൊക്കെ തുടച്ച് നീക്കപ്പെട്ട് ആ ഭൂപ്രകൃതിയുടെ ഘടന തന്നെ ഈ ദുരന്തത്തിലൂടെ മാറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം, ഒരുമയോടുകൂടി മുന്നോട്ട് പോകണം. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായും മാതൃഭൂമി ന്യൂസിൻ്റെ ആ നമ്പറിലേക്ക്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ അറിയിക്കണം. ദൃശ്യങ്ങളുണ്ടെങ്കിൽ അയക്കണം. കാരണം നമ്മുടെ പ്രവൃത്തി മൂലം മറ്റൊരാൾക്കത് ഉപകാരപ്പെടണം. അതിവേഗം രക്ഷാദൗത്യം അവരിലേക്ക് എത്തുകയും ചെയ്യണം.